കർത്താവായ ഈശോയെ, എന്നെ പൂർണ്ണമായും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. കർത്താവെ, യാതൊരു കഴിവോ യോഗ്യതയോ ഇല്ലാതിരുന്നിട്ടും കർത്താവെ, അങ്ങ് എന്നെ ഹോളി ഹോമിന്റെ ഭാഗമാക്കുവാൻ തിരഞ്ഞെടുത്തുവല്ലോ. കർത്താവെ, അങ്ങേക്ക് ഞാൻ നന്ദി പറയുന്നു. വചനം പങ്കുവയ്ക്കുവാനൊന്നും യാതൊരു കഴിവുമില്ല. കർത്താവെ, അങ്ങന്റെ അതരങ്ങളോട് സംസാരിക്കുമെങ്കിൽ എനിക്കെല്ലാം സാധിക്കും. പരിശുദ്ധാത്മാവെ, എന്നെ നയിക്കണമേ. അമ്മയെ കൂടെ ഉണ്ടായിരിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ ഇന്നത്തെ വിഷയം കുടുംബം ദൈവവചനം ധ്യാനിക്കുന്ന ഇടം എന്നതാണ്. കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം. ആ ഇമ്പം ഉണ്ടാകണമെങ്കിൽ കേന്ദ്ര സ്ഥാനത്ത് ഈശോ ഉണ്ടായിരിക്കണം. ഈശോ കേന്ദ്ര സ്ഥാനത്ത് എന്ന് പറയുമ്പോൾ ഈശോ ഭരണം നടത്തുന്ന ഇടങ്ങളായിരിക്കണം നമ്മുടെ ഭവനങ്ങൾ. ഈശോയുടെ സ്വരം ശ്രവിച്ച് ജീവിക്കുന്നവരായിരിക്കണം. വചനത്തിലൂടെയാണ് ഈശോ നമ്മോട് സംസാരിക്കുന്നത്. ആ സ്വരം നാം ശ്രവിക്കണമെങ്കിൽ വചനത്തിൽ ആഴപ്പെടണം. അതിന് വചന വായനയും ധ്യാനവും ആവശ്യമാണ്. കുടുംബം ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ച് വചനം വായിച്ച് കുറച്ചു നേരം അതിനെക്കുറിച്ച് ധ്യാനിച്ച് കുടുംബത്തിൽ അത് പങ്കുവയ്ക്കണം. കുഞ്ഞുങ്ങളെ ചെറുപ്പം മുതലേ ആ ശീലത്തിൽ വളർത്തണം. അവരെ വചനം പഠിക്കാൻ പ്രോത്സാഹിപ്പിക്കുകയും വേണം. ജീവിതത്തിൽ എന്ത് തീരുമാനം എടുക്കുന്നതിനു മുമ്പ് വചനം വായിച്ച് കുടുംബം ഒരുമിച്ചിരുന്ന് വചനം വായിച്ച് ദൈവഹിതം ആരാഞ്ഞ് പ്രാർത്ഥിച്ചു വേണം തീരുമാനങ്ങൾ എടുക്കാൻ. അങ്ങനെ എടുക്കുന്ന തീരുമാനങ്ങൾ ഒരിക്കലും തെറ്റായി പോവുകയില്ല. നമ്മുടെ ഉള്ളിൽ വചനം നിറഞ്ഞാൽ ആ വചനം നമ്മെ പ്രാപത്തെ ചെറുത്തു നിൽക്കുവാനുള്ള ശക്തി നമുക്ക് തരും. നമ്മുടെ കുടുംബങ്ങളിൽ വചനം ഉറക്കെ വായിക്കുമ്പോൾ ആ ശബ്ദതരംഗങ്ങൾ അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കും. അപ്പോൾ തിന്മയുടെ ശക്തിക്ക് അവിടെ നിൽക്കാൻ സാധിക്കില്ല. തിന്മ പുറന്തള്ളപ്പെടും. അങ്ങനെ വചനം നമ്മുടെ ഹൃദയങ്ങളിലും അന്തരീക്ഷത്തിലും വായുവിലും നിറയുമ്പോൾ അവിടെ സന്തോഷവും സമാധാനവും ഉണ്ടാകും. കുടുംബം ഇമ്പമുള്ളതായി തീരും. ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായാലും അതിനെല്ലാം തരണം ചെയ്യാൻ വചനം നമുക്ക് ശക്തി തരും. എന്തൊക്കെ സംഭവിച്ചാലും നമ്മൾ തകർന്നു പോവുകയുമില്ല. യേശുവിന്റെ കരം പിടിച്ചുകൊണ്ട് അവയെ എല്ലാം നേരിടാൻ നമുക്ക് സാധിക്കും. സഹനങ്ങൾ ഉണ്ടാവുമ്പോൾ നമ്മൾക്ക് 1 പത്രോസ് 5:10 നമുക്ക് ധൈര്യം തരും. തൻ്റെ നിത്യമഹത്വത്തിലേക്ക് ക്രിസ്തുവിൽ നിങ്ങളെ വിളിച്ചിരിക്കുന്ന അനുഗ്രഹദാതാവായ ദൈവം നിങ്ങളെ അല്പകാലത്തെ സഹനത്തിന് ശേഷം പൂർണ്ണരാക്കുകയും സ്ഥിരീകരിക്കുകയും ശക്തരാക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. നമ്മുടെ എല്ലാ അവസ്ഥകൾക്കും വേണ്ട വചനം ബൈബിളിലുണ്ട്. നാം അത് കണ്ടെത്തി വിശ്വസിച്ച് അതിൽ ജീവിക്കണം. അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. വചനം വായിക്കുന്നവരും പഠിക്കുന്നവരും മാത്രമാകാതെ അത് ജീവിതത്തിൽ ആകുക കൂടി നമ്മൾ ചെയ്യണം. നമ്മളെ കണ്ടു വളരുന്ന മക്കൾ നമ്മുടെ വാക്കുകളേക്കാൾ കൂടുതൽ നമ്മുടെ പ്രവൃത്തിയാണ് ശ്രദ്ധിക്കുന്നത്. പറയുന്ന വാക്കുകൾ തന്നെ പ്രവൃത്തിയിലുണ്ടെങ്കിൽ നമ്മൾ വചനം ജീവിക്കുമ്പോൾ അത് വളരുന്ന നമ്മുടെ മക്കളും അതേ വഴിയിലൂടെ തന്നെ മുമ്പോട്ട് നീങ്ങും. അതായിരിക്കും അവരുടെ ജീവിത വിജയവും. വചനത്തിൽ ആഴപ്പെട്ട് വളരുന്ന മക്കൾ ഒരിക്കലും പരാജയപ്പെടുകയില്ല. ലൂക്ക 1:29 2:19 വചനങ്ങളാണ് നമുക്കിന്ന് വിചിന്തനത്തിനായി ലഭിച്ചിരിക്കുന്നത്. ലൂക്ക 1:29. ഈ വചനം കേട്ട് അവൾ വളരെ അസ്വസ്ഥയായി. എന്താണ് ഈ അഭിവാദനത്തിന്റെ അർത്ഥമെന്ന് അവൾ ചിന്തിച്ചു. ലൂക്ക 1:28 ദൈവദൂതൻ പറഞ്ഞ വചനങ്ങളാണ് അവളെ അസ്വസ്ഥയാക്കിയത്. ദൂതൻ പറഞ്ഞത് ഇങ്ങനെയാണ്: ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ എന്നാണ്. ദൈവകൃപ നിറഞ്ഞവളെ അല്ലെങ്കിൽ കൃപ ലഭിച്ചവളെ എന്ന് പറഞ്ഞാൽ നീ ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തിയെന്നും ദൈവം നിന്നെ കൃപയാൽ നിറച്ചിരിക്കുന്നു എന്നുമാണ് അർത്ഥമാക്കുന്നത്. മറിയത്തെ ദൈവം കൃപയാൽ പാപരഹിതയാക്കി കഴിഞ്ഞിരുന്നതിനാലാണ് ദൂതൻ അവളെ പ്രകാരം അഭിവാദനം ചെയ്യുന്നത്. കർത്താവ് നിന്നോട് കൂടെ എന്നുള്ളത് രക്ഷാചരിത്രത്തിൽ പ്രത്യേക പങ്കുവഹിക്കാൻ വിളിക്കപ്പെട്ടവർക്ക് കർത്താവ് തന്നെ തന്റെ സാന്നിധ്യം വാഗ്ദാനം ചെയ്ത് ധൈര്യം പകരുന്ന വാക്കുകളാണ്. അവിടുന്ന് വിളിച്ചവരുടെ കഴിവ് കൊണ്ടല്ല,
മറിച്ച് വിളിച്ചവന്റെ സാന്നിധ്യമാണ് അവരുടെ ശക്തിയെന്ന് അവരെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. പുറപ്പാട് 3:12 ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കുമെന്ന് മോശയോടും, ജോഷുവ 1:9 നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഉണ്ടായിരിക്കുമെന്ന് ജോഷുവയോടും, കർത്താവ് നിന്നോട് കൂടെ എന്ന് ന്യായാധിപന്മാർ 6:12 ഗെദെയോനോടും പറയുന്നുണ്ട്. ദൈവം കൂടെയുള്ളത് കർത്തൃദാസരുടെ സവിശേഷതയാണ്. മറിയം കർത്താവ് കൂടെയുള്ളവളാണ്. ദൂതന്റെ അഭിവാദനം കേട്ട് മറിയം അസ്വസ്ഥയാവുകയാണ്. ഇതിന്റെ അർത്ഥം എന്തെന്നും തന്നെ കൊണ്ട് ദൈവം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കുമെന്നായിരിക്കും മറിയം ചിന്തിച്ചതെന്ന് എനിക്ക് തോന്നിക്കുന്നു. ദൂതന്റെ അഭിവാദനം മനസ്സിലാകാത്തവളോ വചനം അറിയാത്തവളോ അല്ല മറിയം. അവൾ ദേവാലയത്തിൽ വളർന്നവളാണ്, വചനം പഠിച്ചിട്ടുള്ളവളാണ്. മറിയത്തിന്റെ സ്തോത്രഗീതം തന്നെ ഇതിന്റെ തെളിവാണ്. എളിമയുടെ നിറകുടമായിരുന്നു മറിയം. യഹൂദ കന്യകളെല്ലാം രക്ഷകൻ തന്റെ ഉദരത്തിൽ വന്ന് പിറക്കണമെന്ന് ആഗ്രഹിക്കുകയും അതിനായി പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നവരാണ്. ആ മഹാഭാഗ്യമാണ് മറിയത്തിന് ലഭിച്ചത്. എങ്കിലും അവൾ അതിലൊട്ടും അഹങ്കരിക്കാതെ ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞ് ദൈവഹിതത്തിന് പൂർണ്ണമായും തന്നെ അർപ്പിക്കുകയാണ് അവൾ ചെയ്തത്. അവളുടെ മറുപടിക്കായി ദൈവദൂതൻ പോലും കാത്തു നിൽക്കുന്നുണ്ട്. അവളുടെ മറുപടി ലഭിച്ചപ്പോൾ ദൂതൻ അവളുടെ മുൻപിൽ നിന്ന് മറഞ്ഞുവെന്ന് ലൂക്ക 1:38 നാം കാണുന്നുണ്ട്. തനിക്ക് ലഭിച്ച ഈ മഹാഭാഗ്യത്തെക്കുറിച്ച് അവൾ ആരോടും പറയുന്നില്ല. ഉടനെ തന്നെ എലിസബത്തിന്റെ അടുത്തേക്ക് ഓടുകയാണ് ചെയ്തത്. ദൈവകൃപ ലഭിച്ച എലിസബത്തിന് മാത്രമേ തന്നെ മനസ്സിലാക്കാൻ സാധിക്കൂ എന്ന് മറിയത്തിന് അറിയാമായിരുന്നു. നമ്മുടെ ജീവിതത്തിലും ദൈവത്തിന്റെ സ്വരം ശ്രവിക്കാൻ സാധിക്കണം. നാം എല്ലാവരും ഈ ലോകത്തിലായിരിക്കുന്നത്, ഈ ലോകത്തിലേക്ക് നമ്മളെ ഈശോ അയച്ചിരിക്കുന്നത് ദൈവത്തിന്റെ ജോലികൾ ചെയ്യാൻ വേണ്ടിയാണ്. നാം ദൈവത്തിന്റെ കരവേലയാണ്. നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവൃത്തികൾക്കായി യേശുക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് എന്ന് എഫേസ്യോസ് 2:10 നാം കാണുന്നുണ്ട്. നമുക്ക് ദൈവഹിതം മനസ്സിലാകണമെങ്കിൽ നാം വചനത്തിൽ ആഴപ്പെടണം, ദൈവ തിരുമുൻപിൽ ഇരിക്കണം. മറിയത്തിന് ദൂതന്റെ അഭിവാദനം മനസ്സിലാക്കുവാൻ സാധിച്ചത്, അതിനാമേൻ പറയുവാൻ സാധിച്ചത് അവൾ വചനത്താൽ നിറഞ്ഞവളും കൃപയാൽ നിറഞ്ഞവളുമായതുകൊണ്ടാണ്. പ്രാർത്ഥനയിലും നിറഞ്ഞവളായിരുന്നു അവൾ. നമ്മുടെ കുടുംബങ്ങൾ പ്രാർത്ഥനയുടെയും വചന വായനയുടെയും വചന വിചിന്തനത്തിന്റെയും ഇടമായി മാറണം. ചെറുപ്പത്തിൽ തന്നെ കുഞ്ഞുങ്ങളിൽ ഈ ശീലം വളർത്തിയെടുക്കണം. ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് എന്തായാലും അതിനാമേ പറയണം. ഒരു സാധ്യതയും ഇല്ലാത്തിടത്ത് ദൈവം ചില കാര്യങ്ങൾ ചെയ്യാൻ ആവശ്യപ്പെടുമ്പോൾ അത് ചെയ്യുവാൻ നാം തയ്യാറാകുമ്പോൾ അവിടെ അത്ഭുതം സംഭവിക്കും. മറിയം ദൈവഹിതത്തിന് ആമേൻ പറഞ്ഞപ്പോൾ ഇത് എങ്ങനെ സാധ്യമാകുമെന്നോ തൻ്റെ ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന അവസ്ഥകൾ എന്തെന്നോ ഒന്നും അവൾ ചിന്തിച്ചില്ല. ദൈവത്തിന് പൂർണ്ണമായും തന്നെ സമർപ്പിച്ച് അവിടുത്തെ ഹിതം എന്നിൽ നിറവേറട്ടെ എന്ന് ആമേൻ പറയുകയാണ് ചെയ്തത്. മറിയത്തിന്റെ മാതൃക നാം സ്വീകരിക്കണം. അസാധ്യമെന്ന് നമുക്ക് തോന്നിക്കുന്ന കാര്യങ്ങളായിരിക്കും ഈശോ നമ്മിൽ നിന്നും ആവശ്യപ്പെടുന്നത്. ദൈവത്തിന് യേസ് പറയുക മാത്രമാണ് നമ്മുടെ ജോലി. ബാക്കി കാര്യങ്ങളെല്ലാം ദൈവം ചെയ്തോളും. നമ്മുടെ കുടുംബങ്ങളിൽ നാം 5-ാം സുവിശേഷമായി മാറണം. നമ്മുടെ മക്കൾ നമ്മുടെ വാക്കുകളേക്കാൾ പ്രവൃത്തി ശ്രദ്ധിക്കുന്നവരാണ്. സുവിശേഷം ജീവിച്ചു പങ്കുവെക്കുമ്പോൾ അത് അവർക്ക് മനസ്സിലാകും. അവരും ആ വഴിയിലേക്ക് തന്നെ വരും. മറിയം എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്ന് ലൂക്ക 2:19 നാം വായിക്കുന്നുണ്ട്. അതാണ് നമുക്ക് അടുത്ത വചനം വിചിന്തനത്തിനായിട്ടുള്ളത്. നമ്മുടെ ജീവിതത്തിലും ഈ വചനങ്ങൾ പ്രാവർത്തികമാക്കണം. നാം എല്ലാവരോടും എല്ലാം പറയാനുള്ളതല്ല, പറയാനുള്ളത് മാത്രം പറയേണ്ടവരോട് പറയുക. നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട ഒരു ശീലമാണിത്. ഈശോയെക്കുറിച്ച്, തൻ്റെ കയ്യിലിരിക്കുന്ന രക്ഷകനെ കുറിച്ച്, രക്ഷകനാണ് കയ്യിലിരിക്കുന്നതെന്ന് വാഗ്ദാനം ലഭിച്ചവളാണ് അവൾക്കറിയാം. വളരെ കാര്യങ്ങൾ ദൈവദൂതനിലൂടെയും അട്ടിടയന്മാരിലൂടെയും എല്ലാം അവൾ കേട്ടു. പക്ഷെ അവൾ അതെല്ലാം ഹൃദയത്തിൽ സൂക്ഷിക്കുകയാണ് ചെയ്തത്. നാമും അങ്ങനെ ആയിരിക്കണം. ദൈവം നമുക്ക് തരുന്ന അനുഗ്രഹങ്ങൾക്ക് നാം ദൈവത്തിന് നന്ദി പറഞ്ഞ് എളിമയിൽ ജീവിക്കണം. ദൈവം തന്ന അനുഗ്രഹങ്ങൾ മറ്റുള്ളവർക്ക് സാക്ഷ്യമാകുമെങ്കിൽ മാത്രം പങ്കുവയ്ക്കുക. നമ്മുടെ മേന്മയെ കാണിക്കാനോ നമ്മളെ വലുതാക്കി കാണിക്കാനോ ഒന്നും അത് ഉപയോഗിക്കാൻ പാടില്ല. എളിമയായിരിക്കണം നമ്മുടെ ജീവിത ലക്ഷ്യം.
എല്ലാം ദൈവം തന്നതാണ്. അതിൽ എനിക്കൊരു മേന്മയും അവകാശപ്പെടാനില്ല എന്നുള്ള ഒരു ഒരു ബോധ്യം നമുക്കുണ്ടായിരിക്കണം. നിനക്ക് എന്ത് പ്രത്യേക മാഹാത്മ്യമാണുള്ളത്? ദാനമായി ലഭിച്ചതല്ലാതെ നിനക്ക് എന്തുണ്ട്? എല്ലാം ദാനമായിരിക്കെ ദാനമല്ല എന്ന മട്ടിൽ എന്തിന് നീ അഹങ്കരിക്കുന്നുവെന്ന് 1 കൊറിന്തോസ് 4:7 പൗലോസ്ലിഹ നമ്മോട് ചോദിക്കുന്നുണ്ട്. ഈ നോമ്പുകാലം മറിയത്തെ പോലെ അതിനായി പ്രയത്നിക്കാം. 5-ാം സുവിശേഷമായി മറ്റുള്ളവർക്ക്, നമ്മുടെ ചുറ്റുമുള്ളവർക്ക് വായിക്കാൻ പറ്റിയ ഒരു സുവിശേഷമായി നമുക്ക് മാറാം. നമ്മുടെ മക്കൾക്ക് ഒരു നല്ല മാതൃകയായി തീരാം. അതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശു ആരാധന. പ്രൈസ് ദി ലോർഡ്.